റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ചു 50 ബേസിക് പോയിന്റാണ് കുറച്ചത്. ഇതോടെ 5.5% റിപ്പോ നിരക്ക് എത്തി. തുടർച്ചയായി മൂന്നാം തവണയാണ് നിരക്ക് കുറയ്ക്കുന്നത്. ഭവന വായ്പ ഉൾപ്പെടെ നിരക്ക് കുറയ്ക്കും. ഡി ധനസുബോധ് ചേരുന്നു. ധനസുബോധ്, ഇതിന്റെ വിശദാംശങ്ങൾ. ധന്യ, റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് ഇപ്പോൾ റിപ്പോ നിരക്ക് കുറച്ച കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 50 ബേസിക് പോയിന്റ്, അതായത് 0.5% ഇപ്പോൾ റിപ്പോ നിരക്ക് കുറക്കുന്നത്. ഇത് റിസർവ് ബാങ്ക് മറ്റു ബാങ്കുകൾക്ക് കൊടുക്കുന്ന ഈ നിരക്കാണ് ഇത്തരത്തിലുള്ള കുറവ് വരുന്നത്. സ്വാഭാവികമായും ഈ ബാങ്കുകൾ ഈ വായ്പ എടുത്തിരിക്കുന്നവർക്ക് നൽകുന്ന തിരിച്ചടവിലും ഇതിലൊരു ആശ്വാസമുണ്ടാകും. ഭവന വായ്പ, വാഹന വായ്പ തുടങ്ങിയ വായ്പകൾ എടുക്കുന്നവർക്ക് നിരക്ക് കുറയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. മാത്രമല്ല, ഫുഡ് ഇൻഫ്ലേഷൻ താരതമ്യേന കുറഞ്ഞ നിരക്കിലാണ് നിൽക്കുന്നത്. നേരത്തെയുള്ള ഒരു 7% വരെ പോയിരുന്ന ഭക്ഷ്യ വിലക്കയറ്റം വലിയ തരത്തിൽ ഉണ്ടായിരുന്നതിൽ നിന്നും താഴേക്ക് പോകുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കാൻ RBI പ്രേരിപ്പിച്ചിരിക്കുന്നത്. കാരണം ഒരു തുടർച്ചയായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിരക്ക് കുറക്കുന്നത്. ഈ നിരക്ക് കുറക്കുമ്പോൾ കൂടുതൽ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ ഉണ്ടാകുന്നത്. ഒരു സുസ്ഥിരമായ ഒരു വിപണിയും ഒരു നിക്ഷേപകരെ ആകർഷിക്കാൻ ഇന്ത്യൻ വിപണിക്ക് കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ സഞ്ജയ് മൽഹോത്ര പറഞ്ഞിരിക്കുന്നത്. ഈ റിപ്പോ നിരക്ക് കുറച്ചതിന്റെ പ്രഖ്യാപനം ഉണ്ടായി മിനിറ്റുകൾക്കകം തന്നെ നിഫ്റ്റി മുകളിലേക്ക് കുതിക്കുന്ന കാഴ്ച കൂടിയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഇനി ഈ നിരക്ക് കുറക്കുന്നത് വീണ്ടും ഒരു പോയിന്റ് കൂടി കുറക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സൂചന തന്നെയാണ് സാമ്പത്തിക വിദഗ്ധന്മാർ നിൽക്കുന്നത്. കാര്യം 1 ട്രില്യൺ അടക്കം രൂപയാണ് പലപ്പോഴും വായ്പ എടുക്കാതെ ബാങ്കുകളിൽ തന്നെ വായ്പ കൊടുക്കാനായി കെട്ടിക്കിടക്കുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ വിപണി കൂടുതൽ ഉഷാറാകാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഇതിന്റെ ഒരു പരിണിത ഫലം, മറ്റൊരു മറു സൈഡ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നത്, ഈ ബാങ്കിലേക്ക് പൈസ ഇട്ട് അതിന്റെ പലിശ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഈ തരത്തിലുള്ള വായ്പകളുടെ പലിശ നിരക്ക് കുറയുമ്പോൾ സ്വാഭാവികമായി നിക്ഷേപത്തിനും പലിശ നിരക്ക് കുറയുന്നു എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ച് ഒരു ദുഃഖകരമായ വസ്തുത. ശരി, ധനസുബോധ്.